ആർച്ചച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചിക്കൻ കറി വെക്കാൻ പോകുന്നു. പുറത്ത് അടുപ്പ് കൂട്ടി നാടൻ രീതിയിൽ ചിക്കൻ കറി വെക്കാൻ പോകുന്നു. ഇങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് അടുപ്പി കത്തിച്ച് കറി വെക്കണേ. ഞങ്ങൾ വെള്ളമൊക്കെ ചൂടാക്കാൻ അടുപ്പി കത്തിച്ചിട്ടുണ്ട്. കറി വെക്കാനായിട്ട് ആദ്യമായിട്ടാണ്. ഒരു സാരഥിയാ സഹായി ഹെൽപ്പറെന്നും പറയാം. വെളിച്ചെണ്ണ താഴെ ഒഴിക്കല്ലേ. വെളിച്ചെണ്ണ ഉപ്പിനെല്ലാം അടച്ചേക്ക് എല്ലാം കാണിച്ചു തരാം. സവാള കാണിച്ചോ. മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല, മഞ്ഞപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ മാത്രമില്ല, ചൂടാവട്ടെ. ചിക്കൻ മാത്രമില്ല. സവാളയൊക്കെ ഇങ്ങോട്ട് അടുപ്പ് വീടിൽ നിന്ന് ഇങ്ങനെ അകന്ന, അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇച്ചിരി താമസമുണ്ട്. ആ കയ്യിലും കൂടി കൊണ്ടാട്ടാ. സ്പൂൺ വേണേ. ചട്ടി ചൂടാവാൻ വെച്ചേക്കാണ്. ചട്ടി നന്നായിട്ട് ചൂടാവട്ടെ. നമ്മ അടുപ്പ് കത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അടുപ്പ് കത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ അടുപ്പ് കത്തിക്കാത്തതിന്റെ തണുത്തിടക്കല്ലേ, അപ്പൊ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും കത്ത് പിടിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് നല്ല ഫ്രഷ് ആയ തുണിയാണ്, അതുകൊണ്ടാണ് ഒന്ന് തുടച്ചു കൊടുക്കണം. പുതിയ തുണിയാണ്, നമ്മൊന്ന് തുടച്ചു കൊടുക്കണം. സവാള കറിവേപ്പില ഒന്ന് എടുത്തോണ്ട് വരുമോ? ഒരു മിനിറ്റ്. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല കേട്ടോ നമ്മ. വെള്ളക്കുട്ടി, മഞ്ഞപ്പൊടി, കട്ടക്ക് പോയതാ. ഞാൻ അങ്ങനെയാണ്, വെളിച്ചെണ്ണ ഒഴിക്കാതെ ഇതെല്ലാം ഇടും. ഒന്ന് നമുക്ക് വെളിച്ചെണ്ണ ലാഭിക്കാൻ വേണ്ടിയാന്ന് പറയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ലാഭിക്കാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. ഒന്നങ്ങോട്ട് വാടിക്കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് നമുക്ക് സംഭവം റെഡിയായി കിട്ടും. പുകയെന്ന് നിങ്ങളുടെ നീ ഒന്ന് വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ നീ ആ വീഡിയോ പൂർത്തിയാക്കൂല. ഒരു സാധനം കൂടി എടുത്തിട്ടില്ല അവൻ, വേപ്പില കൊണ്ടുതന്നെ ഉള്ളൂ. പിന്നെ തക്കാളി പേസ്റ്റ് ഉണ്ട്. ഇതൊക്കെ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ട്, അല്ലെങ്കിൽ പിന്നെ കാണിക്കാൻ പാടല്ലേ. ഇവിടെ പുറത്തൊന്നും അരിയാനൊന്നും പറ്റൂല, അതുകൊണ്ടാണ്. ഇവിടെ സൗകര്യമൊന്നും ഇല്ല, എല്ലാം താഴ്ത്ത് ചാക്കിട്ട് വെച്ചേക്കാണ്. ഓപ്പൺ കുക്കിംഗ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമുക്കിന്ന് പറയാനുള്ള വിശേഷം എന്ന് പറഞ്ഞാൽ, കൊച്ചിൻ്റെ സ്കൂൾ പൂട്ടി. ഓണപ്പരീക്ഷയ്ക്ക് സ്കൂൾ പൂട്ടിയിട്ട് സ്കൂളിൽ പോയില്ല. അവിടെ കളറിടാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് പരിപാടിക്കൊന്നും പോയില്ല. പക്ഷെ ക്രിസ്മസിൻ്റെ ഇതിന് കളറിടാന്ന് പറഞ്ഞാലുണ്ട് നാളെ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞു. അതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. വിളിച്ചിട്ടില്ല, കോട്ടപ്പുറ സ്കൂളില് ഗോപിയെ വിളിച്ച് ടീച്ചർമാർ വന്നിട്ട് എന്ത് തന്നെ ഭയങ്കര കാര്യം. തക്കാളി പേസ്റ്റ് അരച്ച് വെച്ചിട്ടുണ്ട് മിക്സി ജാറിനകത്ത്. അതൊന്നും ഈ പൊട്ടനാണ് അമ്മേന്റെ സഹായം, അതുകൊണ്ട് തന്നെ ഭയങ്കര വിവരോ നല്ല ആള്. അതാണ് വിവരത്തിന്റെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര. നമ്മുടെ ഇവിടുത്തെ വേപ്പിലുണ്ട്, നല്ല ഫ്രഷ് ആയ വേപ്പിലുണ്ട് കേട്ടോ. അവൻ കളിയാക്കണം അതിൻ്റെ ഇടയ്ക്ക്. എടാ ഒന്ന് കാണിച്ചു കൊടുത്തേ. അടാ പാത്രത്തിലിട്ടാണ് ഫോൺ ഇടണോ?
വെളിച്ചെണ്ണ ഒഴിക്കാതെ ഇത്രയും വാടി കിട്ടി. അപ്പം നമുക്ക് വെളിച്ചെണ്ണ ലാഭിക്കാലോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. എന്താണെന്ന് പറയുമ്പോൾ ഉള്ളി നമ്മൾ ചുട്ടെടുക്കുന്ന ഒരു ടേസ്റ്റ് വരും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഉള്ളി ചുട്ട് നമ്മൾ ഈ പിടിക്കുന്നതിൻ്റെ ഇതാണ്. കണ്ടോ ഗൈസ്, എന്നെ കുറ്റം പറയുന്നു. ഞാൻ പിടിച്ചതും കുഴപ്പമില്ല. ഈ വെക്കേഷൻ ടൈമിൽ കണ്ടോ എണ്ണ ഒഴിക്കുമ്പോൾ നമ്മൾ മാറി നിൽക്കണം, അല്ലെങ്കിൽ നമ്മൾ പൊട്ടും തീരെ. എണ്ണ ഒഴിക്കുമ്പോൾ അങ്ങനെ പൊട്ടൊന്നുമില്ല. കണ്ണിന് നല്ല സുഖമുണ്ട് പുകടിച്ചു. വല്ലപ്പോഴും പുക അടിക്കണേ. കണ്ണീന്നൊക്കെ വെള്ളം മനുവിന്റെ അച്ഛമ്മ പറയുന്നുണ്ട്. ഞാൻ എന്താ എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. എടാ തക്കാളി കൊണ്ടുവന്നില്ല. തക്കാളി പേസ്റ്റ് തക്കാളി കൊണ്ടാത്തോണ്ട് ഇവിടെ കരയണ്ടാ. ഞാൻ എടുത്തോണ്ട് വരാം. അപ്പോഴേക്കൊന്ന് പിടി. ഞാൻ അപ്പൊ ഇല്ലേ കണ്ടോ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വാടി വരുന്നുണ്ടോ? നന്നായി വാടണം കേട്ടോ, എന്നാലും അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അവിടെ വെച്ചോ, അവിടെ വെച്ചോ, എടുത്തോളാം. ചിക്കൻ മൂടിയൊക്കെ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒന്ന് കുറച്ച് കാണിച്ചു കൊടുത്തേടേ. എന്താ നമുക്കിപ്പോൾ കുറച്ച് മതി, അതുകൊണ്ടാണ് കേട്ടോ. പിടിച്ചോ. റബ്ബർ ഷീറ്റ് അടിക്കാനുണ്ട് കേട്ടോ അവിടെ. കണ്ണി അടുപ്പിൽ കത്തിക്കുന്നവർക്ക് അറിയാൻ പറ്റും. കണ്ണീന്നൊക്കെ പുക വന്നെന്ന് പറയുന്നത്. കണ്ണീന്ന് പുകയും കണ്ണീരും ഒക്കെ വന്നു തരും. ഇത് പക്ഷേ വളരെ ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് അടുപ്പിൽ കത്തിച്ച് അത് മൺകലത്തിൽ വെക്കുന്നത് വേറെ ടേസ്റ്റാണ്. ഇവിടെ പിന്നെ അപ്പച്ചനും മോഹൻ ചേട്ടനും ഉണ്ട്. റബ്ബർ ഷീറ്റ് അടിക്കാൻ വന്നിട്ടുണ്ട് മോഹൻ ചേട്ടൻ. അപ്പച്ചൻ വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറായി വരുന്ന കേട്ടോ. നന്നായിട്ട് ഇതേപോലെ വെക്കുന്നവരുണ്ടെങ്കിൽ ആഗ്രഹം കൊണ്ട് അടുപ്പത്ത് കത്തിച്ച് ഇതേപോലെ പുറത്ത് വെക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടുപ്പിൽ കത്തിക്കാനൊക്കെ. സർജറി കഴിഞ്ഞതാരുണ്ട് മാത്രം അങ്ങനെ അടുപ്പിൽ കത്തിക്കാത്തത്. പക്ഷെ ഇതിപ്പോ ഒരു ആഗ്രഹവും പിന്നെ നാടൻ രീതിയിൽ കറി വെച്ച് തിന്നാനുള്ള ഒരു ആഗ്രഹം കൂടുതൽ. ഈ മൺകലത്തിലൊക്കെ കറി വെച്ചാൽ നമുക്കറിയാം, പണ്ടത്തെ കാരണവന്മാരൊക്കെ പണ്ടത്തെ ആൾക്കാരൊക്കെ മൺകലത്തിലാണ് കഞ്ഞി വെപ്പ് കറി വെക്കുന്നത്. എല്ലാം മൺകലമാണ്. പക്ഷെ ഇപ്പൊ ആരുടെയും വീട്ടിൽ മൺകലം വളരെ കുറവായിരിക്കും. ഈ നാട്ടിൻപുറത്തൊക്കെ ഉണ്ടാവും കേട്ടോ ചില വീടുകളിൽ മൺകലം കൂടുതൽ. പാലക്കാട്
ആ ഇത് നന്നായിട്ട് വാടിയിട്ടുണ്ട് കണ്ട ഈ ഒരു പരുവായിട്ടുണ്ട്. പൊടിയൊന്നും ഒന്ന് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല ഇതെല്ലാം കൂടി ഒരുമിച്ചാണ്ട് നമ്മൾ നല്ലോണം മുരിയണം കേട്ടോ. ഇവിടെ ഒരു കപ്പ് വെള്ളം എടുത്തുണ്ടോ എല്ലാം ഇതിനകത്ത് ഒഴിക്കാൻ, അത് മാത്രം എടുത്ത് വെച്ചിട്ടില്ല. ഞാൻ തന്നെ നല്ലോണം മുരിയണം കേട്ടോ ഇത്. അരപ്പക്കം മുരിഞ്ഞ് വെളിച്ചെണ്ണ തെളിയണം കേട്ടോ. അത് മതിയെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ മൂലിഞ്ഞു. നന്നായിട്ട് മുരിയണം. പങ്കായോ, പങ്കായല്ലോ വെങ്കായോ, പരിപാടി തൈര്, തൈരല്ലമ്മ തൈര് കുയില് പിന്നെ വിറ്റാലി. ആ കൈയും കൂടി വെക്ക്. ചിരട്ട വെച്ച് കൊടുക്കുന്ന ചിരട്ടയുണ്ട്. ചിരട്ട വെച്ച് കളിക്കുന്നു. എണ്ണ ഒഴിക്കണോ? എണ്ണ ഒഴിക്കണ്ട, എണ്ണ ഇപ്പൊ ഒഴിക്കണ്ട. വേണ്ട, വെളിച്ചെണ്ണ തെളിഞ്ഞു തന്നെ വേണ്ട. നമുക്ക് വെളിച്ചെണ്ണ തെളിയുന്നുണ്ട്. നമുക്ക് ഇനി ആ വെളിച്ചെണ്ണ തെളിഞ്ഞ വരുന്നതിലേക്ക് ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. ആ ഇഷ്ടം പോലെ നടക്കുന്നു. തക്കാളി പേസ്റ്റ് ഇടേം കേട്ടോ. തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചാൽ മതി കേട്ടോ. വലിയതായിട്ട് അറിയണമെന്നില്ല. കഷ്ണമൊക്കെ ഉണ്ടെന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല. നോക്കിക്കോണം. എന്തോ മറ്റേ അങ്ങോട്ടാണോ തക്കാളിയുടെ കുണി കുണി ഇങ്ങോട്ട് വന്ന് മോന്നിട്ട് വിട്ടിരിക്കണം. അരവാടി വിശാലിനോടാണോ? അല്ല, കുഴിപ്പിനോട്. ഇനി ആ തക്കാളിയുടെ ഒരു പച്ച മണം പോയി കിട്ടണം കേട്ടോ, എന്നാലും അങ്ങനെ സെറ്റ് ആവുള്ളൂ. അങ്ങനെ അറിയാൻ പറ്റുമോ പച്ചമണം പോയിന്ന്? പച്ചമണം പോകുമ്പോൾ അറിയാൻ പറ്റും. അങ്ങനെ അറിയാൻ പറ്റും ചോദിച്ചത്. നല്ല സ്മെല്ല് വരും. മുക്കടപ്പം നോക്കി മണമൊന്നും മഞ്ഞിലാട്ടോ. അപ്പം നിന്റെ മൂക്ക് പേട്ട മുക്കാന്ന് മനസ്സിലായി. ഗൈസ് എൻ്റെ കൊച്ചിൻ്റെ പേട്ട മുക്കാന്ന് മനസ്സിലായി. വെറുതെ ഇവിടെ വന്നിരുന്നത് വേണ്ട, ചെയ്യുന്ന പണിയൊക്കെ കാണിച്ചു കൊടുക്കടാ. കുർത്തക്കേട് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലാതെ വേറെ ഒരു ഉപകാരം ചെയ്യണമെന്നില്ല. ഓ പിഞ്ചു മനസ്സാ, 9ലാ പഠിക്കുന്നത്. ഉള്ള പുള്ളയാ കൊച്ച്.
നീ കൊച്ചിന്റെ ഭരണം ഇരിക്കുമെന്നാ പറഞ്ഞേക്കണേ. ഞാൻ വിചാരിച്ചു ഭരണോന്ന് ഓർത്തപ്പ രാവിലെ എഴുന്നേറ്റ് കഞ്ഞി വെച്ച് ചായക്ക് ഉണ്ടാക്കി. ഞാനല്ല, ദേവന. പൊട്ടന്മാരങ്ങനെ ചെയ്യൂടാ. ഇതൊക്കെ നന്നായിട്ടൊന്ന് വാടണം കേട്ടാ, നല്ലോണം വാടി കിട്ടണം. കണ്ടാ അരപ്പ് ഉപ്പിട്ടായിരുന്നു ചേച്ചി? ഉപ്പിട്ടിട്ടില്ല ഞാൻ. സവാള അതിക്ക് ഉപ്പിടാതെ തന്നെ നന്നായിട്ട് വാട്ടി, വെളിച്ചെണ്ണ ഒഴിക്കാതെ. ഉപ്പിട്ടന്നെ പെട്ടെന്ന് വാട്ടൂലേ? ഉപ്പിട്ടാലും പെട്ടെന്ന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉപ്പിട്ട് സവാള പെട്ടെന്ന് വാടി കിട്ടും. അത് കൂടാതെ തന്നെ ഇങ്ങനെ ചെയ്താലും നല്ലതാണ്. ഇപ്പൊ നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇനി ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പിടാം കേട്ടാ. അല്ല, തക്കാളി ഒഴിച്ച വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാൻ പോണ. കണ്ടാ ചിക്കൻ ഇട്ടാൻ പോയി. ഫസ്റ്റ് എനിക്ക് ടേസ്റ്റ് ചിക്കൻ ഇട്ടുള്ളൂ, അപ്പൊ തന്നെ ഫസ്റ്റ് എനിക്ക് വേണം. അതങ്ങനെയാ, ഞാൻ പറഞ്ഞത് കേട്ടാ മതി. ആ ലക്കിടേന്ന് കിട്ടാ. എല്ലാം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ചിക്കൻ കറി എല്ലാം കൊള്ളൂല്ലെങ്കിൽ ഞാൻ പറയോട്ടോ. നമുക്കിത് റോസ്റ്റ് ആക്കിയപ്പോ ഇത് നാടൻ രീതിയില് ചിക്കൻ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അധികം ചാറുണ്ടാവില്ല. ഇതിന്റെ ഒരു ഇച്ചിരി ചാറ് മതി കൂട്ടി തിന്നാനായിട്ട്. ഇതങ്ങനെ വെള്ളം ഒഴിക്കണില്ല കേട്ടോ നമ്മ. ചിക്കനിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും. അപ്പൊ ആ വെള്ളത്തിലാണ് നമ്മ ഇന്ന് വരട്ടി എടുക്കാൻ പോകുന്നത്. മൂടി വെക്കണം. മൂടി വെക്കുന്നേക്കാളും മുമ്പ് ഒരു സംഭവം കൂടി ഉണ്ട്. നമ്മൾ കുറച്ച് വേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വേപ്പില സൈക്കോ അടുപ്പത്താറുണ്ട്, നമുക്കൊന്ന് പെട്ടെന്നാവും. അപ്പൊ ഗ്യാസ് ഗ്യാസിലേക്കാളും കൂടുതൽ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്നാവും കേട്ടോ. അതവിടെ കിടന്നാവും. കുറച്ച് വിശേഷങ്ങളുണ്ട്. എനിക്ക് ഇങ്ങനെ അടുപ്പിക്കത്തിട്ട് ഇങ്ങനെ പുറത്തിങ്ങനെ വെച്ചപ്പ പണ്ടത്തെ ചെറിയ ഓർമ്മകൾ വന്നു. പണ്ട് വീട്ടില് എനിക്ക് അടുപ്പിൽ കത്തിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അടുപ്പിലാണ് ഞങ്ങൾക്ക് അകത്ത്. ഒരു 5-ാം ക്ലാസ് പ്രായത്തിലൊക്കെ അടുക്കളയിൽ ഗ്യാസും ഉണ്ട് ഞങ്ങൾക്ക് ഓൾറെഡി. പിന്നെ അടുപ്പത്ത് ആണ് വെക്കുന്നത് കഞ്ഞി കറിയൊക്കെ. അത് അടുക്കളയിൽ. പുറത്ത് കത്തിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പുറത്ത് അടുപ്പൊക്കെ കൂട്ടി ചവറും പിന്നെ നല്ല ചവറ് കിട്ടും. നല്ല ചവറെന്ന് പറഞ്ഞാൽ ഇവിടത്തെ പോലെ അല്ലല്ല, കല്ലും ഇതൊന്നല്ല, മുറ്റുമാണല്ല, നല്ല മൺതരിയാണല്ല അവിടെയൊക്കെ. അപ്പൊ ഞങ്ങളുടെയൊക്കെ ഇവിടെ എറണാകുളത്ത്. അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് നല്ല ഈ പ്ലാവിൻ്റെ ഇലയും മാവിൻ്റെ ഇലയൊക്കെ അതെല്ലാം എടുത്ത് ചാക്കിനകത്താക്കി വെച്ചിട്ട് ചവറിട്ട് കത്തിച്ച് വെള്ളം ചൂടാക്കും പണ്ടത്തെ. പിന്നെ വിറകും ഉണ്ട് കേട്ടാ. വിറക് കാശ് കൊടുത്ത് മേടിക്കണം. അവിടെയൊക്കെ വിറക് കാശ് കൊടുത്ത് മേടിക്കണം. ഇവിടെയൊക്കെ വിറകിന് കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇഷ്ടംപോലെ പറമ്പിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വിറക്. എറണാകുളത്തൊക്കെ ആണെങ്കിൽ കാശ് കൊടുത്താൽ മേടിക്കണേ. 50 രൂപയ്ക്കാണ് ഒരു മഞ്ഞ് പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് 250 രൂപയാണ് ഒരു മഞ്ഞ് വിറക്. നമ്മുടെ കറി അതിന്റെ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത്
വെള്ളം ഒട്ടു വെച്ചില്ലല്ലോ. ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. ഇത് ചിക്കനിലുള്ള വെള്ളമാണ് വരുന്നത്. ചിക്കനിലെ വെള്ളമാണ് ഇത്. ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല നമ്മ. ഇടക്കിട്ട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് ഒരു ടേസ്റ്റ് കിട്ടില്ല നമുക്ക്. ഒന്ന് കത്തിച്ചു കൊടുക്കണം. വാഴയില് നമുക്ക് ചോറുണ്ടാലോ. അമ്മ എനിക്ക് നാളെ എനിക്ക് ചോറന്നെ. നാളെ അതിന് ചോറ് കൊണ്ടുണ്ടല്ലോ, ഉച്ചവരല്ലേ ഉള്ളൂ. അല്ല അമ്മ, വീട്ടിൽ വരുമ്പോ ചോറന്നോ? എന്താ സ്കൂളിൽ മാത്രം കൊച്ചു കൊണ്ടുവന്ന് ആ ഒരു ചിരട്ട അവിടെ കിടന്ന് കയറ്റി വെച്ചിട്ടുണ്ട്. ഇതാരെ കയറ്റി വെച്ചോടെ? വിഷ്ണു ആ മണ്ടത്തരം കാണിച്ചാലേ അറിയില്ലേ. അത് അതിൽ കൂടെ പോകൂല. എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് കയറ്റി വെച്ചേക്കണം. എൻ്റെ കൊച്ചു വിഷ്ണു കുഞ്ഞിന്റെ ഭാര്യ പറഞ്ഞു. എന്നല്ല കേട്ടോ എനിക്ക് കൊച്ചെന്ന് പറയാൻ വിഷ്ണു കുഞ്ഞിനെയും പറയും ഇവിടെയും പറയുന്നേ. എൻ്റെ കൊച്ചു അവിടെ മരപ്പണി ചെയ്യാണ്, നല്ല മരപ്പണിയാണ്. ഇവൾക്കിടെ പ്രായത്തിൽ ഞാൻ വീട്ടു ജോലി നന്നായിട്ട് എടുക്കുന്ന സമയമാണ്. എല്ലാ പണിയും എൻ്റെ പണിയാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്താ സുഖം. ഒരു പണി എടുക്കണ്ട, ഒന്നും എടുക്കണ്ട, സുഖസുന്ദരം. എന്താ ഇനി എൻ്റെ കൊച്ചിന് തിന്നാ ഉറങ്ങാ അതാണ് കൊച്ചിന്റെ ജോലി. അത് ഒരു ജോലിയാണ് കേട്ടാ, ഭയങ്കര വലിയൊരു ജോലിയാണ്. കഷ്ടപ്പെട്ട് പിന്നെ കിടന്ന് ഉറങ്ങാ, ഭയങ്കര പാടാ അല്ലേ നാലിക? അതിനെ കുറിച്ചൊന്ന് ഒരു വീഡിയോ ഇട്ടേ. അവരുടെ ഫ്രണ്ട്സ് ഒക്കെ കാണും, നാണം കിടത്തായിരുന്നു. അപ്പൊ എല്ലാവരും എല്ലാവരും കാണുക. അനാലിക കോട്ടപ്പുറം സ്കൂളിൽ പഠിച്ച അനാലികയാണ്. ഇപ്പോൾ കുറവലങ്ങാട് സ്കൂളിൽ പഠിക്കുന്ന അനാലികയാണ് ഈ സംസാരിച്ചത്. ഇപ്പൊ പറഞ്ഞത് തിന്നാ ഉറങ്ങാ. ഇത്രയും മതിയാ? ഇല്ല, ഇനി അമ്മേനെ കൊല്ലുന്ന വീഡിയോ കൂടി ഉണ്ട്. കണ്ട, എന്നെ കൊല്ലുന്ന വീഡിയോ ഉണ്ടെന്നാണ് പറഞ്ഞത്. അമ്മയെ കൊല്ലുന്ന ആരും വരുന്നില്ല, പേടിക്കണം. കണ്ട, എന്നെ കൊന്നു കഴിഞ്ഞാൽ ആരും വരൂല എന്നാണ് കൊച്ചിന്റെ പരാതി. പരാതിയല്ല, സന്തോഷമൊന്നും. അപ്പൊ ഞാൻ ചാവിയാണെങ്കിൽ ഉത്തരവാദിത്തം കൊച്ചായിരിക്കുമെന്ന് അല്ലേ? അങ്ങനെയാ? അങ്ങനെയല്ല, അമ്മ ചാവുന്ന ഞാൻ മിക്കവാറും ഈ വീഡിയോ കാണുന്ന ആൾക്കാരെ അമ്മനെ കൊല്ലും. ഞാൻ സഹിക്കണം. വേറെ ഒന്നും വെച്ചാനില്ലല്ലേ? കറി മാത്രമല്ലേ അടുപ്പിൽ? വേറെ ഒന്നും ഉണ്ടാക്കാനില്ല. കഞ്ഞി വെച്ചില്ലേ? ഞാനാ പോയി തീ ഓർച്ചിട്ട്. അങ്ങനെ എന്റെ കൊച്ചു വിജയിച്ചിരിക്കുന്നു. ചിരട്ടയിൽ ആണി കയറ്റിയിരിക്കുന്നു. ഞാനിങ്ങനെ തിരിച്ചെടുക്കുന്നു, എനിക്ക് അറിഞ്ഞൂടാ. ആണി കയറ്റാനേ അറിയുള്ളൂ, തിരിച്ചെടുക്കാൻ തുളച്ചിട്ട് കൊച്ചി വിജയിച്ചു. ഇത് കണ്ണ, ഇനി ഇപ്പുറത്തൊരു കണ്ണും കൂടി വേണം. നമ്മ ഇടക്കിട്ട് ഇങ്ങനെ ഇടക്കി കൊടുക്കുന്നത് വേറെ ഒന്നല്ല കേട്ടോ. അമ്മ വെള്ളം ഒഴിച്ചില്ലേ? വെള്ളം ഒഴിച്ചിട്ടില്ലടി, ഇത് ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളമാണ്. വെള്ളം ഒഴിച്ചിട്ടില്ല. നമ്മുടെ ചിക്കനിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും. എത്ര കഴുകി പിഴിഞ്ഞ് വെച്ചാലും ചിക്കനിൽ വെള്ളം ഉണ്ടാവും. ചിക്കൻ വെള്ളം കുടിക്കുന്ന സാധനമാണ്. ഈ കഴമ്പുള്ള സാധനം, ചില മീൻ, അതൊക്കെ എത്ര കഴുകി വെച്ച് കഴിഞ്ഞാലും അതിനകത്ത് വെള്ളാംശം ഉണ്ടാവും. ഇതൊക്കെ ഒരു ചിക്കൻ കറിയാണ്. അച്ഛമ്മ ഒരു കണ്ണായമ്മ, മറ്റേ കണ്ണാണ്. ഈ മൺചട്ടി മൺചട്ടിയിൽ വെക്കുന്നതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രത്യേകത ഒരു ടേസ്റ്റാണ്. അച്ഛന്മാരെ വരെ വട്ടായിട്ട് ഇരിക്കും. എന്താ എന്താ
എന്താന്ന് നോക്കണം. എടി അനീസ ഉപ്പുണ്ടാ നോക്കിയേ. കൈ കഴുകിക്കൊണ്ട് വരട്ടെ. കുറച്ച് ഉപ്പുണ്ടാന്ന് നോക്കും. ദേവായിട്ടുണ്ട് കേട്ടോ. ആ തിളക്കുന്ന തിള കണ്ടാ? ചുട്ടേ സാമിയോ? പുതിയ സാമിയാണോ? ഇല്ലടി. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഉപ്പ് കൂടി ഇട്ടിട്ട് ഇറക്കി വിടാനേ പറ്റുന്നില്ല. മണ്ണെല്ലാം തിന്നടിക്കും. ഇനി നമുക്ക് അതിട്ടാലോ? നമുക്ക് കുറച്ചിട്ടാ പാലങ്ങ് ഇടയിരുന്നു. കുറച്ച് തിന്നാലോ. നാളെ നമ്മ കഞ്ഞി വെക്കുന്നതും എല്ലാം ചെയ്യുന്നതും മുറ്റത്തായിരിക്കും. വട്ടായി നാളെ മഴ പെയ്താൽ മഴ പെയ്താ പറ്റൂല. ഒന്ന് തിളക്കട്ടെ കേട്ടോ. രണ്ട് കണ്ണായി. പക്ഷെ ഈ കണ്ണിട്ട് വളർന്നു. ഇനി മൂക്കും കൂടി ആക്കണം. മൂക്കും കൂടി ആക്കണം. പിന്നെ ഒരു വായ ആക്കണം. നമുക്കതാക്കാം. അതെന്താണോ അതിനാ പൂച്ചക്കുഞ്ഞിനെ കുളിപ്പിക്കണം. പുതിയ അതിഥിയെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ആ, പുതിയ ആളെ പരിചയപ്പെടുത്തിയില്ല. ഞങ്ങൾക്ക് ഒരു പുതിയൊരു പൂച്ചക്കുട്ടി വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ലൂക്കച്ചൻ മരിച്ചു പോയല്ലോ. അപ്പൊ അതിന് പകരമായിട്ടൊരു വന്നിട്ടുണ്ട്. ലൂക്കച്ചന്റെ പേര് തന്നെയാണ് ഇട്ടേക്കണേ. പക്ഷെ ലൂക്കച്ചൻ പാവം. ഇത് ഭയങ്കര സാധനം. ലൂക്കച്ചൻ ഒരു കൊഞ്ചപ്പാവ് വരുന്നു. എന്റെ കണ്ണൊക്കെ നീറി വെള്ളമൊക്കെ വരുന്നുണ്ട്. കൊറേ നാളായി അടുപ്പി കളിച്ചിട്ട്. കൊറേ നാളെന്ന് പറഞ്ഞാല് ഞങ്ങ ആലുവയിലായിരുന്നപ്പോ അടുപ്പിൽ തന്നെ കത്തിക്കും. അത് മുറ്റത്തല്ല, പുറക്കാത്ത അടുക്കളയിൽ തന്നെ അടുപ്പും കാര്യങ്ങളുണ്ട്. അപ്പൊ അവിടെ വെച്ച് അടുപ്പിൽ കത്തിക്കുമായിരുന്നു. അത് പിന്നെ വലിയ പ്രശ്നമില്ല, പുകയില്ലാത്ത അടുപ്പായിരുന്നു. മുറ്റത്ത് കത്തിച്ചിട്ട് നിങ്ങൾക്ക് മുറ്റത്ത് കത്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ? ഓഫ്നൈറ്റ്സിലൊക്കെ മുറ്റത്ത് കത്തിച്ചിട്ടുണ്ടാവും. അല്ലാതെ വീടുകളിൽ വന്നിട്ട് വീട്ടിലൊക്കെ താമസിക്കുന്ന മുറ്റത്ത് അങ്ങനെ കത്തിച്ചിട്ടില്ല. നമ്മൾ വെള്ളം ചൂടാക്കാൻ ഇവിടെ വന്നിട്ട് 2-3 പ്രാവശ്യം കത്തിച്ചിട്ടുണ്ട്. ഒന്ന് എഴുന്നേറ്റ് കേട്ടോ. എൻ്റെ ഇരിക്കുന്ന സ്ഥാനം കണ്ട, പെയിന്റ് ബക്കറ്റും വേണ്ട ഞാൻ ഇരുന്നത്. എനിക്ക് എന്താ കസേര ഞാൻ ഇരിക്കണം. അവൾക്ക് കസേരയുണ്ട്, എനിക്ക് പെയിന്റ് ബക്കറ്റാണ്. പണ്ടേ തൊട്ടെങ്കിൽ പെയിന്റും ബക്കറ്റും ഇരുന്ന് നല്ല ശീലമാണ്. ഞാനല്ല, നിന്റെ അച്ഛനാണ് പെയിന്റ് പണിക്കാരൻ. നമുക്കൊന്ന് നോക്കാം സെറ്റായെന്ന്. ഇപ്പൊ വെള്ളമൊക്കെ ഒന്ന് ഇതായിട്ടുണ്ട് കേട്ടോ. എന്താ ഒളിച്ചതൊക്കെ തെളിഞ്ഞ് വെന്ത് തുടങ്ങി. കണ്ട ജോയിക്കണം. ഇനി മൂക്കും കൂടെ പിന്നെ ഒരു വായാവും. ഉപ്പ് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യാം. കഴിയിട്ട് 5 മിനിറ്റ്. കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുന്നത്, ഉപ്പ് നോക്കുന്നത് എല്ലാം. അവൾക്കപ്പോൾ നോക്കാൻ കൊടുത്തോണം ഉപ്പ് നോക്കാനൊക്കെ. പൈപ്പ് തുറന്നടക്കണ. അയ്യോ, ആ ചെളിക്കകത്ത് പോയിട്ട് മൊത്തം മണ്ണായി. വായിക്കാത്ത മണ്ണ്. കോഴിപ്പൂരി
ഇത് വെക്കാൻ സമ്മതിക്കില്ല പെരട്ടാൻ. ചൂടില്ലേ ചൂടില്ലേ ഇനി എന്തിനാ ഉപ്പ് നോക്കാൻ ഇത്രയും മതി, പിന്നെ നോക്കണ്ട. അതാ കറിയുടെ ഗുണം. എങ്ങനെ ഉണ്ടായിരുന്നു സാർ? ഒരു മാർക്ക് അവിടെ പോയി. ഒരു മാർക്ക് ഞാൻ വെക്കുമ്പോഴേ കറക്റ്റ് ആവുള്ളൂ. ഫൈനൽ ആറായി. അവൾക്കൊന്ന് വീഡിയോ കൊടുത്തിട്ട് ഒരു ഇല ഒരു ഇച്ചിരി ഞാൻ പറ കേട്ടോ. ചുമ്മാ പറ ചുമ്മാ നീനും. നമ്മുടെ കറി സെറ്റായി കഴിഞ്ഞിരിക്കുന്നു. ആ ഈ കറിയൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് ആരാ? ചിക്കനൊക്കെ വെന്ത് കണ്ടോ, എല്ലുമ്പോ എല്ലാം വിട്ടിട്ടുണ്ട്. എല്ലുമ്പോ വിട്ടുന്നു. വിഷ്ണു എന്നാ വെള്ളം കുറച്ചിട്ട് വരോടാ നീ. ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കറിവേപ്പില തൂക്കണമെന്ന്. ഈ 2-3 തവണയായിട്ട് അവൾ ചിരിക്കണേ. 2-3 തവണയായിട്ടാണ് ഞാൻ കറിവേപ്പില ഇങ്ങനെ തൂക്കിയിടുന്നത് കേട്ടാ. ഈ വിഷ്ണു ഞങ്ങൾ വാഴെല്ലാം പറിക്കോ? ഇനി നമുക്ക് തീ കത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടാ. അതിന് പാടാൻ വേണ്ടിയല്ലേ ഇതിങ്ങനെ മൂടി നമ്മ വാഴയില വെച്ച് ഞാൻ മൂടി വെക്കണം കേട്ടാ. ഒരു പീസ് കൂടെ വേണോ? വേണ്ട. അപ്പൊ വീഡിയോ എടുക്കാൻ വന്നിട്ടുണ്ടോ? ഈ കറി ആരാണ് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ആ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. അത് കഷ്ണം എടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഫിനിഷ് ആവുമോ? ഞാൻ അപ്പൊ നമ്മുടെ അതിഥി ഇന്ന് അനാലിക കറി ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അനാലിക ആശ കറി ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനല്ലേ അനാലിക ആശനെ കാണിക്കടാ. അമ്മയുടെ ഡ്രസ്സാണ് ഭയങ്കര ലോക്ക് എന്നെയാണ്. എന്റെ എല്ലാ ഡ്രസ്സും അടിച്ചു മാറ്റുന്നത് ഇപ്പൊ ആരാന്ന് മനസ്സിലായില്ലേ? വേണ്ട ഷീറ്റൊക്കെ കൊണ്ടുപോകണം അടിച്ച്. ബ്ലാക്കിയല്ലേ നമ്മുടെ കറി. വാഴയിലൊക്കെ വാടിയിരിക്കുന്നുണ്ടോ? അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അതാണ് വാഴയില ഇങ്ങനെ വെക്കുന്നത്. നല്ല വട്ടില്ല. ആ ഗസ്റ്റ് ഞാൻ എനിക്കൊരു മൂക്കൂട്ടി തരൂടോ. എവിടെ കുത്തണ്ടേ? ഞാൻ കൊറേ നേരം നോക്കാം. കഴിയും കൂട്ടത് എന്നെപ്പം കഴിയും. കുറെ സ്ഥലത്തെല്ലാം കുത്തണ ഞാൻ കൊറേ നേരം നോക്കണം. കറി ടേസ്റ്റ് ചെയ്യാൻ വന്നോളൂ. കൈ കഴിത്തരാം. വിശാലേ നീയും കൈ കഴിയടാ. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അനൂസിന് കൊടുക്കുകയാണ്.
ടിങ്ങോ എന്താ പറഞ്ഞാ ടിങ് ടോങ്. നല്ല ചൂടുണ്ട് എടുത്ത് ഉണ്ടാക്കിയിട്ട് കൈ ചൂട് കണ്ണാക്കൊക്കെ പൊള്ളിട്ട് നമ്മുടെ കറി ഫിനിഷ് ആയിട്ടാ. ഇനി ഒന്നും കറി ചെയ്യാനില്ല. ഫിനിഷ് ചെയ്തിരുന്നു. വെക്കല് ഫിനിഷ് വെച്ച് കഴിഞ്ഞത് കംപ്ലീറ്റ് ആയി. ഇനി അവളെ ടേസ്റ്റ് കാര്യങ്ങൾ നോക്കുന്നതാണ്. ചൂടാ എന്താ ഉണ്ടാക്കി നിർബന്ധമുണ്ടോ? എങ്ങനെയുണ്ട്? ഗ്രേവി ഒക്കെ കൊള്ളാം. ചിക്കൻ കൊള്ളൂല എന്നാണോ പറയുന്നത്? അല്ല ചൂടാ. ചൂരയോ? വിശാലം ഒന്ന് നോക്കിയടാ. പറ്റൂല പറ്റൂല. വിശാലം അവിടെ വലിയൊരു പണിയിലാണ്. ചിക്കൻ സോഫ്റ്റ് ആയിട്ടുണ്ട്. ചിക്കൻ നല്ല സോഫ്റ്റ് ആയില്ലേ? ഉം. അതാണ് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞേരം കൊണ്ട് റെഡി ആവും. പിന്നെ ഉപ്പൊക്കെ മേടിച്ചിട്ടുണ്ട് ചിക്കനുണ്ട്. 100-99 അത്രേ ഉള്ളൂ. അപ്പൊ ഒരു മാർക്ക് എവിടെ പോയി? അത് ഞാൻ വെക്കുമ്പോ ഇഷ്ടമാവും. കണ്ട 100-99 മാർക്ക് കൊച്ചു തന്ന്. ഒരു മാർക്ക് എവിടെയെന്ന് ചോദിച്ചപ്പോ അവള് വെച്ചാലോ 100 കിട്ടുള്ളൂ. എന്നാ ശരി 100-1000 മതിയോ? അടുത്തത് കൊച്ചു മര്യാദക്ക് 2 കണ്ണു ചിരിച്ചോണ്ടിരിക്കുന്നു കണ്ടോ. നോക്ക്. വാ വേണമെന്ന് പറഞ്ഞില്ല അവൻ അവിടെ ഇരുന്ന് വേണ്ട. കഷ്ടപ്പെട്ട് 2 കാണും. അതല്ല വായിക്കൂടല്ലേ. അതിന്റെ ചിരട്ട വലിയതാവണ്ടേ, പിന്നെ വായിക്കൂടെ കഴിച്ചാലേ പറ്റുള്ളൂ. മൂക്ക് കാണും ഇവിടെ കണ്ടോ ചിരിച്ചോണ്ടിരിക്കുന്ന. ഇപ്പൊ അല്ലേ ഇനി ഭംഗി വന്നിട്ട്. എടാ പാവം കൊച്ചു വായില കുന്നിലപ്പനെ ഉണ്ടാക്കിയതാ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് കൊണ്ടുവന്ന് അടുക്കളയിൽ വെക്കണം. കുറച്ച് ദൂരമുണ്ട്. ഇതൊക്കെ എടുത്തോണ്ട് പോകാൻ പാടാണ്. വിശാല് കഴിച്ചിട്ട് ചൂടാ. എടാ അഭിപ്രായം പറഞ്ഞിട്ട് അവിടെ ചൂടായിട്ട് എനിക്ക് എന്തിനാ ഊതിതാ. അപ്പൊ ഞാൻ കൊടുത്തു. അവന്റെ അണ്ണാക്കിലേക്ക് അവന് വെച്ച് കൊടുത്ത് ചൂടേപ്പാടി. എനിക്കില്ലയോ? എങ്ങനെയുണ്ടടാ? എങ്ങനെയുണ്ട്? എന്തുവാടി കാണിക്കുന്നത്? നമ്മളറിയാൻ ഇഷ്ടായില്ല കേട്ടോ. മോൻ്റെ ചോദിക്കാം അഭിപ്രായം അല്ലേ? ഉണ്ടാക്കി ആൾക്ക് കൊടുക്കാം. അതന്നെ ഉണ്ടാക്കിയ ആള് തിന്നില്ലെങ്കിൽ അത് മോശക്കേടല്ലേ? അത്രയ്ക്കാണെങ്കിൽ ഞാൻ നോക്കാം. അഭിപ്രായം പറയുന്നത് ഉണ്ടാക്കിയ ആള് തന്നെ. സൂപ്പർ. അമ്മ ഉണ്ടാക്കിയ സ്വന്തം ഫുഡിന് ആരും കുറ്റം പറയൂ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല. ആ ഡയലോഗ് വിചാരില്ല. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല. അതേ വരൂ. പറ. അതെ വേറൊന്നല്ല. ഈ കറി വെച്ചപ്പ എൻ്റെ അച്ഛനെ ഓർത്ത് ഈ ടേസ്റ്റ് കിട്ടിയപ്പ രാജപ്പൻ, എൻ്റെ അച്ഛൻ്റെ പേര് രാജപ്പൻ. ഞാൻ അവിടുത്തെ കുനുമാവിലുള്ള. അപ്പം കുനുമാവിലത്തെ അച്ഛനെ നന്നായിട്ട് ഓർത്തു. അച്ഛൻ വെക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ടേസ്റ്റ് കിട്ടാറുണ്ട്. അപ്പൊ അത് ഓർത്ത് എല്ലാവർക്കും നന്ദി. ഓക്കെ ബൈ. കൊണ്ടുപോകുന്ന വീഡിയോ ആണ്. അടുക്കളയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. കുറച്ച് ദൂരമുള്ളതാരുണ്ട് അവനാണ് കൊണ്ടുപോണേ. അതവിടെ അറ്റം വരെ എത്തണം. അപ്പൊ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞിട്ട് ഓക്കെ ബൈ.